ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിപ്പോൾ സിംഗപ്പൂരിലെ ഈസ്റ്റ് കോസ്റ്റ് ബീച്ചിലാണ് കേട്ടോ ഉള്ളത്. ഇത് 1970-ലാണ് ഈ ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് ഓപ്പൺ ആക്കി കൊടുത്തത്. ഇവിടെ ഇപ്പം കണ്ടില്ലേ, ബീച്ച് കണ്ടില്ലേ, ഇവിടെ മൊത്തം ഇങ്ങനെ കപ്പലൊക്കെ നിർത്തിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയം അതുകൊണ്ട് ഭയങ്കര രസമുണ്ട് കാണാനായിട്ട്. പിന്നെ ഈ ബീച്ചിൻ്റെ അപ്പുറത്ത് ചെറിയ മല കണക്ക് കാണാൻ പറ്റും. അത് വീഡിയോ കൂടെ എന്തുമാത്രം കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ആ ഭാഗം ഇന്തോനേഷ്യയുടെ ആണെന്നാണ് പറയുന്നത്. എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല, എനിക്കിങ്ങനെ കേൾവിയേ ഉള്ളൂ. ശരിക്കും രാത്രിയിൽ ഇവിടെ നല്ല രസമായിരിക്കും കേട്ടോ. ശരിക്കും ഈസ്റ്റ് കോസ്റ്റ് ബീച്ചിൽ രാത്രി വരുന്നതാണ് നല്ലതെന്നാണ് ഞാൻ കേട്ടേക്കുന്നത്. ആ ഭാഗത്തു നിന്നൊക്കെ ആൾക്കാർ മീനൊക്കെ പിടിക്കുന്നുണ്ട്. പക്ഷേ മീൻ പിടിക്കുന്നത് ഇവിടെ റെസ്ട്രിക്റ്റഡ് ആണ്. ഇങ്ങനെ ഈ ബോട്ടും കപ്പലും ഒക്കെ ഇവിടെ കിടക്കുന്ന കാരണം ഇത് ആ സൈഡിലായിട്ട് ഹാർബർ ഉണ്ട്. സിംഗപ്പൂരിലെ ഹാർബർ ഇത് ആ ഭാഗത്തായിട്ടാണ് വരിക. We began to feel the fire. We rise like tall buildings as the chemicals they take us higher. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഈ ബീച്ചിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് പാർക്കാണ്. ആൾക്കാരൊക്കെ ഒത്തിരി പേരിങ്ങനെ എക്സസൈസ് ഒക്കെ ചെയ്യാൻ വേണ്ടി വരുന്ന ഏരിയ, നടക്കാനായിട്ടാണെങ്കിലും ഇങ്ങനെ എക്സസൈസ് ഒക്കെ ചെയ്യുന്ന ഏരിയ ഒക്കെ ഇത് കണ്ടോ. അവിടെ കുറേ മെഷീൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. സൈക്ലിംഗ് ആണെങ്കിലും അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം ഇവിടുത്തെ ആൾക്കാർ സിംഗപ്പൂരിയൻസ് കുറച്ചുകൂടെ ഹെൽത്ത് കോൺഷ്യസ് ആണെന്ന് എനിക്ക് തോന്നിയിരിക്കുന്നത്. കാരണം രാവിലെ ആണെങ്കിലും വൈകിട്ടാണെങ്കിലും ഒത്തിരി ആൾക്കാർ ഓടാനൊക്കെ പോകുന്നുണ്ട്. പിന്നെ പാർക്കിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആൾക്കാർ എക്സസൈസ് ചെയ്യുന്നതൊക്കെ കാണാം. ഒരു രാജ്യത്തിലെ ആൾക്കാർ സന്തോഷവാനാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അവിടുത്തെ പബ്ലിക് പാർക്കിൽ പോയാൽ മതി എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം അവിടെ ആയിരിക്കും കൂടുതൽ ഈ വയസ്സായ ആൾക്കാരൊക്കെ വരിക. പക്ഷെ നമ്മുടെ രാജ്യത്ത് നേരെ തിരിച്ചായി, യങ്സ്റ്റേഴ്സ് ആയിരിക്കും പാർക്കിലൊക്കെ പോകുന്നത്. നമ്മുടെ നാട്ടിൽ ഈ അപ്പനും അമ്മമാരും ഒന്നും പോകത്തില്ലല്ലോ. പക്ഷെ ഇവിടെയൊക്കെ നോക്കിയാൽ കാണാം എല്ലാം ഈ വയസ്സായ റിട്ടയർഡ് ലൈഫൊക്കെ എൻജോയ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആയിരിക്കും വരിക. അങ്ങനെയുള്ള കൺട്രീസാണ് ഭയങ്കര എന്താ പറയുക, അവിടുത്തെ ആൾക്കാരെ കുറച്ചുകൂടെ ഹാപ്പിയസ്റ്റ് പീപ്പിൾസ് ആയിരിക്കും എന്നൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. എത്രമാത്രം സത്യമാണെന്നൊന്നും എനിക്കറിയത്തില്ല. ഇപ്പോൾ വൈകിട്ടാട്ടോ, സമയം 5:30 ആയിട്ടുണ്ട്. നല്ല രസമുണ്ട് ഇവിടെ, നല്ല വൈബൊക്കെയാണ്. പിന്നെ ഇവിടെ ഈസ്റ്റ് കോസ്റ്റ് പാർക്ക് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടാക്കുന്നതൊക്കെ കേട്ടു. അപ്പോൾ ആ പാർക്ക് അങ്ങോട്ട് ഒത്തിരി നടക്കണമെന്നൊക്കെയാണ് ഞാൻ കേട്ടേക്കുന്നത്. അപ്പോൾ അങ്ങോട്ടേക്ക് പോവാം എന്നാണ് ഞാനിപ്പോൾ വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം കേട്ടോ. രാത്രിയിൽ ഇവിടെയൊക്കെ നല്ല രസമായിരിക്കും. പ്രത്യേകിച്ച് ഈ സിംഗപ്പൂരിലോട്ട് ഫ്ലൈറ്റിലോട്ട് വരുന്ന ആൾക്കാർ ശ്രദ്ധിച്ചാൽ മതി. നമുക്ക് സിംഗപ്പൂരിലോട്ട് എത്തുന്ന സമയത്ത് താഴത്ത് കുറേ ബോട്ടുകൾ ഇങ്ങനെ ലൈറ്റിംഗ് ആയിട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് ഈ ഏരിയ ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അങ്ങനെയൊക്കെ ഞാൻ കേട്ടേക്കുന്നത്. എനിക്ക് ഇങ്ങനെ പ്രത്യേകിച്ച് എവിഡൻസ് ആയിട്ട് ഇങ്ങനെ പറയാൻ അറിയത്തില്ല. ഇതൊക്കെ എനിക്ക് പറഞ്ഞ വന്ന ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുള്ള അറിവ് മാത്രമേ എനിക്കുള്ളൂ. ആ സമയത്ത് ഈ സിംഗപ്പൂരിലോട്ട് വരുമ്പോൾ നമുക്ക് ആകാശത്തു നിന്ന് ഈ ഭൂമിയിലോട്ടുള്ള ഒരു വ്യൂ ഉണ്ട്. അത് ഭയങ്കര രസമാണ്. ഇങ്ങനെ ബോട്ടൊക്കെ ഒത്തിരി ഇങ്ങനെ നിരന്ന് ലൈറ്റിംഗ് ഒക്കെ ചെയ്തിട്ട് അത് പ്രത്യേക ഒരു ബ്യൂട്ടിയാണ്. അപ്പോൾ അത് ഈ ഏരിയ ആണ് ആക്ച്വലി. അപ്പോൾ നല്ല രസമുണ്ട്, ഇവിടുത്തെ വൈബൊക്കെ നല്ലതാണ്. അപ്പോൾ നമുക്കിനി പാർക്കൊക്കെ തേടി പോവാം. നമ്മൾ ഏകദേശം ഒരു 10 മിനിറ്റോളം നടന്നപ്പോഴത്തേനും ചിൽഡ്രൻസ് പാർക്കിൻ്റെ അടുത്തെത്തിയേ. പിള്ളേരൊക്കെ സ്കൂളിൽ ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ കളിക്കാൻ വരുന്ന സ്ഥലം കേട്ടോ ഇത്. ഇവിടെ നമുക്ക് എൻട്രൻസ് ഫീയും കാര്യങ്ങളൊന്നും എടുക്കണ്ട, ഫ്രീ ആണ്. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ചിൽഡ്രൻസ് പാർക്കിലൊക്കെ പോകണമെങ്കിൽ ഒട്ടുമിക്ക എല്ലാ ചിൽഡ്രൻസ് പാർക്കിലും നമുക്ക് എൻട്രി ഫീ ഒക്കെ എടുക്കണ്ട. ഇവിടെ അങ്ങനെയൊന്നുമില്ല. എല്ലായിടത്തും മിക്ക സ്ഥലത്തും ഇങ്ങനെ പാർക്കും അതിടയ്ക്ക് ചിൽഡ്രൻസിന് വേണ്ടിയുള്ള പ്ലേ ഏരിയ ഒക്കെ ഉണ്ട് ഇവിടെ. കണ്ട, വലിയ സംഭവമൊന്നുമല്ല, ചെറിയൊരു ഏരിയ ആണ്. പക്ഷെ എന്നാലും കുട്ടികൾക്ക് നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെയാണ് ഇതെങ്കിൽ എന്തായാലും ഫീസൊക്കെ കൊടുക്കേണ്ടി വരും, എൻട്രി ഫീ ഒക്കെ കൊടുക്കേണ്ടി വരും. ഈ ഏരിയ മാത്രമല്ല, ഇവിടെ നിന്ന് കുറച്ച് അപ്പുറത്തോട്ട് പോകുന്ന ഏരിയ ഒക്കെ ഉണ്ട്. ഇങ്ങനെ കറങ്ങി വരുന്ന സ്ലൈഡും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ശരിക്കും ഈസ്റ്റ് കോസ്റ്റ് പാർക്കിൽ ആൾക്കാർ കൂടുതലായിട്ടും വരുന്നത് എന്തെങ്കിലും നൈറ്റൊക്കെ എന്തെങ്കിലും ഈവനിങ് പാർട്ടീസൊക്കെ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടോ. ഇവിടെ ഇങ്ങനെ ബാർബിക്യൂ ചെയ്യേണ്ട ഏരിയയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം വൈകിട്ട് വന്നിരുന്നിട്ട് ടേബിളിന് ചുറ്റും എല്ലാവരും ഇങ്ങനെ ഇരുന്നിട്ട് ബാർബിക്യൂ ഗ്രില്ലൊക്കെ ചെയ്യേണ്ട ഏരിയ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഗ്രില്ലൊക്കെ ചെയ്ത് പിക്നിക്കിന് വരാൻ പറ്റിയൊരു ഏരിയ ആണത്. പിന്നെ ബർത്ത്ഡേസും അങ്ങനെ എന്തെങ്കിലുമൊക്കെ സെലിബ്രേഷൻസും ആനിവേഴ്സറി ഒക്കെ ഉണ്ടാവല്ലോ, ബർത്ത്ഡേയും വെഡ്ഡിങ് ആനിവേഴ്സറിയും കാര്യങ്ങളൊക്കെ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. അങ്ങനെ നല്ല അറ്റ്മോസ്ഫിയറാണ് കേട്ടോ. ഒത്തിരി മരങ്ങളാണ് ഇവിടെ. ഈവൻ ഓപ്പോസിറ്റ് കടലാണെങ്കിലും പോലും ഭയങ്കര മരങ്ങളാണ് കേട്ടോ ഇവിടെ എല്ലാം. ഇങ്ങനെ ഒരു ഏരിയയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഷെയ്ഡില്ല, ശരിക്കും സൂര്യപ്രകാശം ഇല്ലാണ്ട് തിങ്ങി നിറഞ്ഞ് ഇങ്ങനെ മരങ്ങളൊക്കെ നിൽക്കുക. പിന്നെ ആൾക്കാർ സൈക്ലിങ്ങും എക്സസൈസും അങ്ങനെ എങ്ങനെയാണ് വേണ്ടെന്നുള്ള എല്ലാ ഫ്രീ ടൈം ആക്ടിവിറ്റീസും ഒക്കെ ചെയ്യാൻ വരുന്നൊരു ഏരിയ. ഇവിടെ ശരിക്കും ടൂറിസ്റ്റ് പ്ലേസ് ആണോ എന്ന് എനിക്ക് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഗൂഗിളിലൊക്കെ നോക്കുമ്പോൾ ടൂറിസ്റ്റ് പ്ലേസ് എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇവിടെ കൂടുതൽ കാണാൻ പറ്റുന്ന ലോക്കൽസിനെയാണ്.
നമ്മളിപ്പോൾ മറീന ബേയിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ കൂടുതൽ ടൂറിസ്റ്റുകളെ കാണാൻ പറ്റുന്നത്. പക്ഷേ ഇവിടെയൊക്കെ ലോക്കൽസിനെ കാണാൻ പറ്റുന്നത് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമാണ്. കുറേ പേര് ഈ വെഡ്ഡിങ് ഷൂട്ടൊക്കെ നടപ്പുണ്ട്, സേവ് ദ ഡേറ്റിൻ്റെയൊക്കെ ഷൂട്ടിങ് കാര്യങ്ങളൊക്കെ ഇവിടെ നടപ്പുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ പറ്റിയൊരു ഏരിയയാണ്. പിന്നെ പിള്ളേർക്കൊക്കെ ബോറടിക്കുകയാണെങ്കിൽ ഇതിൻ്റെ അടുത്തൊക്കെയാണ് നമ്മൾ സ്റ്റേ എടുക്കുന്നതെങ്കിൽ ഇവിടെ വന്ന് പിള്ളേരെ കളിപ്പിക്കാനും കുറച്ച് നേരം ഇവിടെ വന്ന് ശാന്തമായിട്ടൊരു നൈറ്റൊക്കെ ഇരുന്നേക്കാനും ഫ്രണ്ട്സൊക്കെ ആയിട്ടാണ് നിങ്ങൾ ഇവിടെ സിംഗപ്പൂർ വരുന്നെങ്കിൽ ഒരു ബാർബിക്യൂ നൈറ്റൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് കേട്ടോ. പിന്നെ ഇവിടെ നമുക്ക് പബ്ലിക് ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഭയങ്കര ക്ലീനാണ്, നമുക്ക് കുളിക്കാം ഒക്കെ. എന്താ പറയാനാ, നമ്മുടെയൊക്കെ സ്കൂളിലൊക്കെ ഉള്ള ഒരു ബാത്റൂമില്ലേ, അതായത് നല്ല സ്കൂളിലൊക്കെ ഉള്ള, ഗവൺമെൻറ് സ്കൂളിൻ്റെ കാര്യമൊന്നും ഞാൻ പറയുന്നില്ല, ഒരു നല്ല പ്രൈവറ്റ് സ്കൂളിലൊക്കെ ഉള്ള ബാത്റൂം കണക്ക് ഭയങ്കര വൃത്തിയാണ്. പ്രത്യേകം നമുക്ക് കുളിക്കേണ്ട ബാത്ത് ഏരിയയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ നൈറ്റൊക്കെ ഇവിടെ ആൾക്കാരൊക്കെ വന്ന് ഉറങ്ങും കേട്ടോ. അവർ ടെൻറ്റൊക്കെ കൊണ്ടുവന്നിട്ട് ഇവിടെ കിടന്ന് ഉറങ്ങും. അപ്പോൾ അങ്ങനത്തെയൊക്കെയുള്ളൊരു നല്ലൊരു ഏരിയയാണിത്. പിന്നെ ഞങ്ങൾ ഗൂഗിളിൽ നോക്കിയപ്പോഴത്തേനും നമ്മുടെ ലൈറ്റ് ഹൗസ് കണക്കല്ല, അതേ കണക്ക് ഇങ്ങനെ മുകളിലോട്ട് കയറാൻ പറ്റുന്നൊരു സംഭവം ഞാൻ എൻ്റെ പിക്ചർ കാണിച്ചു തരാം. അത് കണ്ടു. അത് ഏത് ഏരിയയിലാണെന്ന് ഞാനൊന്ന് നോക്കട്ടെ. അത് പറ്റുവാണെങ്കിൽ നമുക്ക് അതും കൂടെ കണ്ടിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ ടവറിനെ ആംബർ ബേക്കൺ ടവർ എന്നാട്ടോ പറയുന്നത്. പിന്നെ യെല്ലോ കളർ ആയതുകൊണ്ട് യെല്ലോ ടവർ എന്നും പറയാറുണ്ട്. ഈ ഒരു ലൊക്കേഷൻ വരുന്നത് പാർക്ക്ലാൻഡ് ഗ്രീൻ എന്ന് പറയുന്ന ഒരു ഏരിയയിലാണ്. ഞങ്ങൾ ഒത്തിരി നോക്കി, പക്ഷേ ആ ഒരു ഏരിയ കണ്ടുപിടിക്കാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ ആ ഈസ്റ്റ് കോസ്റ്റ് ബീച്ചിൽ തന്നെ നിന്ന് കുറേ അങ്ങ് കറങ്ങുമായിരുന്നു. നല്ല രസമുണ്ട് കേട്ടോ അവിടെയൊക്കെ കാണാനൊക്കെ ആയിട്ട്. നമുക്കൊരു ഹാങ് ഔട്ട് ചെയ്യാൻ പറ്റുന്ന പ്ലേസാണ്. പ്രത്യേകിച്ച് ഈ കപ്പലൊക്കെ കിടക്കുന്ന ഭാഗം ഭയങ്കര ബ്യൂട്ടിയാണ്. ഒത്തിരി ആൾക്കാർ ഇങ്ങനെ പിക്നിക്കിന് വേണ്ടി വരുന്നുണ്ട്. ഫുഡൊക്കെ കൊണ്ടുവന്നിട്ട് അവിടെ ഒരു ടവലൊക്കെ വിരിച്ചിട്ട് അവരൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന കഴിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. കൂടുതലും കപ്പിൾസൊക്കെയാണ് വരുന്നത്. ഞാനൊരാളുടെ വീഡിയോ മാത്രമേ എടുത്തിട്ടുള്ളൂ, പക്ഷെ ഒത്തിരി പേരുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് ഇവിടെ ഇങ്ങനെ ഗ്രിൽ സ്റ്റേഷനൊക്കെ ഉള്ളത് കാരണം സന്ധ്യയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒത്തിരി ആൾക്കാർ വരും ഈ ബാർബിക്യൂ പാർട്ടിയൊക്കെ നടത്താനായിട്ട്. അവിടെ ഇങ്ങനെ ഫുഡൊക്കെ കൊണ്ടുവന്നിട്ട് കുക്ക് ചെയ്തും ഗ്രില്ല് ചെയ്തും ഒക്കെ കഴിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമുക്കിവിടെ സൈക്കിളൊക്കെ റെൻ്റ് എടുക്കാൻ പറ്റുന്ന ഒരു ഏരിയ ഉണ്ട് കേട്ടോ. അവിടെ നിന്ന് സൈക്കിളൊക്കെ എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ സൈക്ലിങ്ങിനൊക്കെ പോകാം. പിന്നെ ഇവിടെ ബഗ്ഗി റൈഡിൻ്റെ സർവീസും അവൈലബിൾ ആണ്. അപ്പോൾ നമുക്കിത് റെൻ്റ് എടുത്തിട്ട് അവർ തന്നെ വന്ന് എല്ലാം ചുറ്റി കാണിച്ചിട്ടൊക്കെ തരും. പിന്നെ എല്ലായിടത്തും ഇങ്ങനെ ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നൊക്കെയുള്ള ഇൻസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെയൊക്കെ. ഇവിടുത്തെ ബീച്ച് ഉണ്ടല്ലോ, കുളിക്കാൻ സേഫ് ആണോ എന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ, കാരണം ഗാർഡൊന്നും ഇല്ല ഇവിടെ. അഥവാ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ 999 അങ്ങോട്ട് വിളിക്കാൻ വേണ്ടിയിട്ടുള്ള ഇങ്ങനെ ബോർഡൊക്കെ വെച്ചിട്ടുള്ളൂ. ഇവിടുത്തെ കടൽ ഇങ്ങനെ കുത്തനെയാണ് കിടക്കുന്നത്. അപ്പോൾ അഥവാ ഇങ്ങനെ വലിയ തിര വരുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഓടിക്കയറണമെങ്കിൽ ഇങ്ങനെ കയറ്റം കയറണ്ടേ, അത് സേഫ് ആണെന്ന് എനിക്ക് തോന്നില്ല. കൊല്ലം ബീച്ചിൽ പോയിട്ടുള്ളവർക്ക് അറിയാമല്ലോ, അവിടെ അത്രയും സേഫ് അല്ല. അതേ കണക്ക് തന്നെയാണ് ഇവിടുത്തെ ബീച്ച്. പിന്നെ എന്നാലും കുറച്ച് പേരൊക്കെ കുളിക്കുന്നൊക്കെ ഉണ്ട്. ഒന്നല്ലോ അധികമൊന്നുമില്ല. കൂടുതൽ ആൾക്കാർ വെറുതെ കാലൊക്കെ നനച്ചിട്ട് പോകും. ഞാൻ കുളിക്കണമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത്, പക്ഷേ ഇവിടെ വന്നിട്ട് എനിക്ക് എന്തോ ഒരു പേടിയുണ്ട്. ചിലപ്പോൾ ഞാൻ ഇറങ്ങി കുളിക്കും, എനിക്കറിയത്തില്ല. ഇതുവരെ ഞാൻ തീരുമാനിച്ചിട്ടില്ല എന്തോ ചെയ്യണമെന്ന്. നോക്കട്ടെ. ഇവിടെ ആരെങ്കിലും വരുവാണെങ്കിൽ കുളിക്കാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല കേട്ടോ. അത്രയും സേഫ് ഒന്നും അല്ലാന്ന് എനിക്ക് തോന്നിയിരിക്കുന്നത്. ഈവൻ ലൈഫ് ഗാർഡ് എങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് പ്രശ്നമില്ലായിരുന്നു, പക്ഷെ ലൈഫ് ഗാർഡ് പോലും ഇല്ല. ആ ഭാഗത്തൊക്കെ കുറച്ച് പുല്ലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നിന്ന് എനിക്കിങ്ങനെ കുഞ്ഞു കാ കണക്കിനെ പൊട്ടിക്കുമ്പോൾ ടിക് ടിക് എന്ന് കേൾക്കുന്ന കുറച്ച് അയ്യോ കാറ്റത്ത് പറഞ്ഞു പൊട്ടും, ഇങ്ങനെ ടിപ്പ് ടിപ്പ് എന്ന് പറഞ്ഞാൽ പൊട്ടുന്ന ഓരോ സാധനം കണ്ടു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിൻ്റെ കായ എങ്ങനെയും ആയിരിക്കുമെന്ന്. പിന്നെ ഇങ്ങനെ നടന്നു വന്നപ്പോഴേ ഈ പായലുണ്ട്, ഇത് കടലിലുള്ള എന്തോ സസ്യമാണ്. അത് ഇതിനകത്ത് ഇത് കണക്ക് ഇങ്ങനെ ഇരിപ്പുണ്ട് ഓരോ കാ കണക്ക്. അപ്പോൾ ഇത് ഇവിടെ കിടന്ന വെയിലൊക്കെ കൊണ്ട് ഉണങ്ങുമ്പോഴാണ് ഇതിനകത്ത് ഈ ഓരോ കായ ഉണ്ടല്ലോ, ഇതിനകത്ത് എയർ ഫോമായിട്ട് നമ്മളിങ്ങനെ പൊട്ടുമ്പോൾ ഇങ്ങനെ ഞെക്കുമ്പോഴത്തേനും അതിനകത്ത് എയർ ഇങ്ങനെ പുറത്തോട്ട് റിലീസായിട്ട് ടിപ്പ് ടിപ്പ് എന്ന സൗണ്ട് കേൾക്കും. ഈ പായലിൻ്റെ പേരറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുമോ? ഇവിടെ പാറപ്പുറത്തുണ്ടല്ലോ ഓയിസ്റ്റർ ഉണ്ടല്ലോ, അതിൻ്റെ ചെറിയൊരു ജീവി എന്തോ ഉണ്ട്. അത് നമ്മുടെ നാട്ടിൽ മുരുയിറച്ചി എന്നൊക്കെ പറയത്തില്ലേ, അതിൻ്റെ ചെറിയ വേർഷൻ കുറേ ഇങ്ങനെ പറ്റി പിടിച്ചിരിപ്പുണ്ടായിരുന്നു. നമ്മൾ കാലെങ്ങാനും വെക്കുവാണെങ്കിൽ ഭയങ്കര മുറി. പിന്നെ നല്ലൊരു ശംഖ് എനിക്ക് കിട്ടി കേട്ടോ. ഇത് ജീവനുണ്ടായിരുന്നു. പെട്ടെന്ന് ഞാൻ എടുത്തപ്പോഴത്തേനും അതിങ്ങനെ ഉള്ളിലോട്ട് വലിഞ്ഞു. പിന്നെ ഞാൻ അതിനെ കൊല്ലണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അവിടെ തന്നെ വെച്ചു. അത് നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. റെഡ് കളർ ശംഖ്, ഞാൻ അങ്ങനത്തെ ആദ്യമായിട്ടാണ് കാണുന്നത്. സന്ധ്യയൊക്കെ ആയപ്പോൾ തന്നെ കപ്പലിലൊക്കെ ലൈറ്റൊക്കെ ഇട്ടെന്ന് തോന്നും കേട്ടോ. അപ്പോൾ ഒരു പ്രത്യേക ബ്യൂട്ടിയാണ് കാണാനൊക്കെ ആയിട്ട്. ഒത്തിരി കപ്പലുകളാണ് അവിടെ കിടക്കുന്നത്. ശരിക്കും ഇത് മൂവ് ചെയ്യുന്നുണ്ടോ എന്ന് പോലും അറിയാൻ പറ്റുന്നില്ലായിരുന്നു. പിന്നെ ആ സൺസെറ്റൊക്കെ കാണാൻ നല്ല രസമുണ്ട്. നല്ല ഓറഞ്ച് ഷെയ്ഡിലായിട്ട് ഭയങ്കര ബ്യൂട്ടിയാണ്. ഇവിടെ ഇരുട്ടി തുടങ്ങി കേട്ടോ. ഇപ്പോൾ സമയം 7:30 ആയിട്ടുണ്ട്. 7 മണിയൊക്കെ ആകുമ്പോഴേ ശരിക്കും ഇവിടുന്ന് പ്രകാശമൊക്കെ മറിഞ്ഞ് തുടങ്ങുള്ളൂ. ഞാൻ കുറച്ച് നേരമൊക്കെ കടലിൽ പോയി, അതായത് ഫുള്ള് തലയൊന്നും നനച്ചില്ല, ദേഹമൊക്കെ മൊത്തം നനഞ്ഞിട്ടുണ്ട്. അന്നേരം ഉണ്ടല്ലോ നമ്മുടെ ശരീരത്തിൽ ബ്ലാക്ക് കളർ ഇങ്ങനെ
ഓയിൽ വന്ന് പറ്റി പിടിക്കുന്നുണ്ട്. അത് എന്നിട്ട് പോകാൻ ഭയങ്കര പാടാണ്, നമ്മൾ തുടച്ചിട്ടൊന്നും പോകുന്നില്ല. ഈ സംഭവം എന്താ ഇങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ കുറച്ച് നാൾ മുന്നേ ഈ കപ്പൽ ഫ്യൂവൽസ് ഒക്കെ കൊണ്ടുവരുമല്ലോ, അപ്പോൾ അത് ലീക്കേജ് വന്നു, ഓയിൽ സ്പിൽസ് ഉണ്ടായി. അങ്ങനെ ഈ തീരത്ത് മൊത്തവും ഓയിലൊക്കെ കൊണ്ട് അടിഞ്ഞ് ഇങ്ങനെ കട്ടക്കട്ടായിട്ടൊക്കെ ബ്ലാക്ക് കളറൊക്കെ അടിഞ്ഞ് പിന്നെ ഇവിടുത്തെ ആൾക്കാരൊക്കെ ക്ലീൻ ചെയ്യുക ചെയ്തത്. പക്ഷേ കടലിൽ ഇപ്പോഴും അതിൻ്റെ അംശമുണ്ട്. നമുക്ക് ഇറങ്ങുമ്പോഴൊക്കെ കാണാവേ എന്തോ എണ്ണ ഇങ്ങനെ പടർന്ന് കിടക്കുന്ന കണക്കൊക്കെ ഉണ്ട്. അപ്പം ഞാൻ അങ്ങനെ വലിയ കാര്യമൊന്നും ആക്കിയില്ല. പക്ഷെ ഞങ്ങളിങ്ങനെ മൊത്തം കയറിയ സമയത്ത്, അതായത് നനഞ്ഞ് ഇനി കരയിലോട്ട് കയറിയതിന് ശേഷം നോക്കിയപ്പോൾ കാല് മൊത്തം ബ്ലാക്ക് കളറിൽ ഇങ്ങനെ പറ്റിയിരിക്കും. അത് പോകുന്നില്ല ശരിക്കും. അപ്പോൾ ഇനി ഓയിലോ വല്ലതും ഇട്ടിട്ട് പോകുള്ളൂ. ഡ്രസ്സിലൊക്കെ ആയിട്ടുണ്ട്, ഡ്രസ്സിലായതൊന്നും ഇനി പോകാനേ പോകുന്നില്ല. ഈസ്റ്റ് കോസ്റ്റ് ബീച്ചിലൊക്കെ പോയിട്ടുള്ളവർ നൈറ്റ് ഭയങ്കര നല്ലതാണെന്നാണ് പറഞ്ഞു കേട്ടേക്കുന്നത്. എനിക്ക് അവിടെ നിന്നപ്പോൾ ശരിക്കും അത് സത്യമാണെന്ന് തോന്നി. ഭയങ്കര അമേസിങ് ആയിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് ആ കപ്പലിൽ ലൈറ്റൊക്കെ ഇട്ടേക്കുന്നത് കിടുക. ഇതാണ് ഇവിടുത്തെ പബ്ലിക് ബാത്റൂം. നമുക്ക് ഇവിടെ നിന്ന് സുഖമായിട്ട് കുളിക്കുക വരെ ചെയ്യാം. നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ പബ്ലിക് ബാത്റൂം ഉണ്ടോ എന്ന് എനിക്ക് സംശയമായി. കോവളത്തൊന്നും പോയപ്പോൾ ഞാൻ കണ്ടിട്ടില്ല. പൈസ കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് പോലും ഉള്ളതായിട്ട് എനിക്കറിയത്തില്ല. ഇവിടെ ടൂറിസ്റ്റുകളൊന്നും വരാത്ത ഏരിയ, എന്നിട്ട് പോലും ഇവിടെ നല്ല കിടുവായിട്ട് ബാത്റൂം ഒക്കെ. നമ്മുടെ നാട്ടിൽ അഥവാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് നമ്മൾ കൊടുക്കുന്ന ടാക്സ് കൊണ്ട് ഉണ്ടാക്കിയിട്ട് അവരുടെ മന്ത്രിമാരുടെ പേരും നാളും ഒക്കെ അതിനകത്ത് എഴുതി വെച്ചേക്കുന്നത്. എന്നിട്ടോ ഒരു 5 ലക്ഷം രൂപയുടെ സാധനമാണെങ്കിൽ 15-20 ലക്ഷം ഒക്കെ എഴുതി വെക്കുന്നത്. ഇപ്പോൾ ഈ പാർക്ക് കുറച്ച് ലൈവ്ലി ആയി കേട്ടോ. ഒത്തിരി ആൾക്കാർക്ക് വരുന്നുണ്ട്. പിന്നെ ഈ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വൈകിട്ട് ഇങ്ങനെ ഗ്യാദർ ചെയ്യാൻ വേണ്ടി കൂടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ആ കപ്പലൊക്കെ ഇല്ലേ, അതൊക്കെ ഇങ്ങനെ ലൈറ്റൊക്കെ തെളിഞ്ഞ് കാണാനൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മളിവിടെ നിൽക്കുന്നില്ല, ഞങ്ങൾ പോവുകയാണ്. പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല, ജസ്റ്റ് ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒന്ന് കുറച്ച് നേരം ഇരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ കൊണ്ടുപോയി ആ പാർക്കിൽ കൊണ്ടുപോയി കളിപ്പിക്കാനൊക്കെ ആണെങ്കിൽ ബെസ്റ്റാണ്. അല്ലാണ്ട് വലിയ ടൂറിസ്റ്റ് അട്രാക്ഷനാണ് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഉണ്ടോ, അങ്ങനെ ഒന്നുമില്ല കേട്ടോ. ഇത്രയൊക്കെ ഉള്ളൂ. ഞാൻ തിരിച്ച് എൻ്റെ സ്റ്റേയിലോട്ട് പോവാം. ടാറ്റാ.